Hello friends, welcome to the channel. One of the best phone under 30,000. This is our phone. This is our phone. This is actually 28,000 is available. Back OnePlus in the 11R model. That's the red color edition. Actually 999 available. 128GB, 8GB variant. This is almost 1 month. Actually, we have offer actually video purpose. We already primary, secondary iPhone 15 Pixel. Pixel. Now, separate SIM, normal SIM, deactivated. Actually, Instagram phone. Price this launch 39,999 അതിന് ശേഷം ഇപ്പോൾ നല്ലൊരു കിടിലൻ ഡീൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ കൂടെ നമ്മൾ വാങ്ങിച്ചത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് OnePlusന്റെ സ്റ്റോറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഓൾറെഡി 35,999 തന്നെയാണ്. പക്ഷേ ആമസോണിൽ നമുക്ക് 27,999 വരുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ആമസോൺ ICICI കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടാണ്ട് തന്നെ ഒരു 1,500 രൂപ ക്യാഷ് ബാക്ക് സംഭവമൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 26,000 ഒക്കെ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഈ സാധനം കിടിലാണ്. കർവ് സ്ക്രീൻ ആണ്, AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ അത്യാവശ്യം നല്ലതാണ്. മൂന്നാമത്തെ സെൻസർ എന്ന് പറഞ്ഞാൽ 2 പിക്സലിന്റെ ഒരു ഗിമ്മിക്കാണ്. എന്നാലും അത് നമുക്ക് അത്യാവശ്യം ചെറുതായിട്ട് അടുത്തുള്ള ഷോട്ടുകളൊക്കെ മാക്രോ ഷോട്ടൊക്കെ എടുക്കാൻ ഉപയോഗിക്കാം. പക്ഷെ ഓവറോൾ നമ്മൾ ഉപയോഗിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ സാധനം പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും സ്നാപ്ഡ്രാഗന്റെ Gen 1 പ്രൊസസ്സറാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം അതിന്റെ സെറ്റിംഗ്സിൽ. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡിന്റെ 14 അപ്ഡേറ്റും അതിന് ശേഷം കുറെ 2-3 അപ്ഡേറ്റ് നമുക്ക് വന്നിട്ട് ഈ സാധനം നമുക്ക് ബോക്സിൽ വരുന്നുണ്ടെന്ന് 13 ആയിരിക്കും. അതിനുശേഷം നമുക്കൊരു 4-5 അപ്ഡേറ്റ് 6 അപ്ഡേറ്റ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗന്റെ 8+1 Gen 1 മൊബൈൽ നമ്മുടെ എന്താ പറയുക SoC ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 8GB വേരിയന്റ് ആണ്. നമുക്ക് 8GB ഒക്കെ ധാരാളമാണ്. എക്സ്ട്രാ നമുക്ക് വെർച്വൽ റാം ആയിട്ട് 4GB കിട്ടുന്നുണ്ട്. പക്ഷെ അത് വലിയ വരുന്നില്ല. എന്നാലും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ ക്യാമറ സെൻസറിന്റെ പറയുകയാണെങ്കിൽ ഫ്രണ്ട് 16 MP ആണ്, റിയർ 50, പിന്നെ 8 വരുന്നുണ്ട്, പിന്നെ ഒരു 2 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്സിജൻ വോയിസിന്റെ സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എയർപ്ലെയിൻ മോഡ് ഇട്ട് വെച്ചാൽ അപ്പോൾ വല്ല മെസ്സേജും സംഭവമൊക്കെ ഇടയ്ക്കൂടെ വരും. നമ്മുടെ ഓക്സിജൻ വോയിസ് 14 തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ആണ്. നമ്മൾക്ക് ഇതിൽ ലേറ്റസ്റ്റ് എന്താ പറയുക സെക്യൂരിറ്റി പാച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂണിലത്തെയാണ്. മെയിലത്തെ വന്നിട്ടില്ല. മെയിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് സാംസങ്ങിൽ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പിക്സലിലും വന്നിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും വരാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ സാംസങ്ങിന്റെയും പിക്സലിന്റെയും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് നമ്മളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ S23 നിങ്ങൾക്ക് അറിയിക്കേണ്ടതുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ OnePlus കുറച്ച് ബാക്കാണ്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോട്ടോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൻ ഭേദമാണ്. എന്താ വെച്ചാൽ ഇതിനെ നമുക്ക് കമ്പാരിസൺ എന്ന് പറയാനുള്ളത് മോട്ടോറിന്റെ Fusion 50 Pro ആണ്. അതിന്റെ മെയിൻ ഇഷ്യൂ ഇതാണ്, സർവീസ് തല്ലിപ്പൊളിയാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ഒരു രക്ഷയില്ല. വരുമോ വരില്ല എന്ന് തന്നെ അറിയില്ല. പുതിയ ഇറങ്ങുന്ന ഫോണിന് പോലും അപ്ഡേറ്റ് വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഇഷ്യൂസ് ഈ മോട്ടോറോളയ്ക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോർമലി അത് എടുക്കാണ്ട് ഇതെടുത്തത്. വെച്ചാൽ ഓൾറെഡി എനിക്ക് OnePlus ഉപയോഗിച്ച് മുമ്പത്തെ പരിചയമൊക്കെ ഉണ്ടായിരുന്നില്ല. പണ്ടത്തൊക്കെ OnePlus തന്നെയായിരുന്നു. അതിന് ശേഷം ഞാൻ മാറ്റിയത്. ഇത് സ്ക്രീനും രക്ഷയില്ല. വീഡിയോ സ്ക്രീനാണ്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കർവ് സ്ക്രീനാണ്. പക്ഷെ ഇതിന് ഓൾറെഡി ഒരു ഇൻബിൽഡ് ആയിട്ട് ഒരു നോർമൽ സ്ക്രീൻ ഗാർഡിൽ ഒട്ടിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഊരിക്കഴിഞ്ഞാൽ വേറെ ടെമ്പർ ഗ്ലാസോ അങ്ങനത്തെ സംഭവം ഒട്ടിക്കാൻ കുറച്ച് പാടായിരിക്കും. അത് കുറച്ച് പണിയാണ്. അതല്ലാണ്ട് പ്രത്യേകിച്ച് റെഡ് കളർ നല്ല ലുക്കാട്ടോ. അതിന്റെ സൈഡ് ഫ്രെയിമൊക്കെ സിൽവറാണ്. ഒരു ബ്ലാക്കിഷ് സിൽവർ പോലത്തെ ഒരു സംഭവമാണ്. ഭയങ്കര ലുക്കാണ്. ഇൻഫ്രാറെഡ് വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ടൈപ്പ് സി നമുക്ക് ബോക്സിൽ നമുക്ക് ചാർജർ വരുന്നുണ്ട്. അത് 100 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. 1/2 മണിക്കൂറിൽ സംഭവം ഫാസ്റ്റ് ചാർജിങ് ആണ്. 2 ഡ്യുവൽ സിം വരുന്നുണ്ട്. 5G സപ്പോർട്ടറാണ്. പിന്നെ എന്തായാലും മെയിനായിട്ട് പറയാനുള്ളത് ഇതിന് ബാക്ക് ഗ്ലാസ് അല്ല, ഇത് ലെതർ ഫിനിഷ് ആണ്. റെഡ് കളർ മാത്രം. ബ്ലാക്കും ബ്ലൂ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഗ്ലാസ് കിട്ടുക. ഇതാകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രാച്ച് അങ്ങനെ വരില്ല. നമുക്ക് ബോക്സിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു നോർമൽ കേസ് വരുന്നുണ്ട്. ഈ കേസും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. പക്ഷെ ഇത് ഒരു ചെറുതായിട്ട് ടിൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു യെല്ലോയിഷ് ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഭയങ്കര സ്ലിം കേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇട്ടാലും ഇട്ടില്ല എന്ന് തോന്നുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കേസ് ഇട്ട് കഴിഞ്ഞ ലുക്കാണിത്. ഒന്നാം തരം 27,999 സാധനം കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിം ഇട്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഓണാക്കി കാണിച്ചു തരാം. ജിയോ സിം ഇട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കി. ജിയോ 5G നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കാണുന്നത് ഓരോ മെസ്സേജ് ഒന്നും തുടങ്ങിയുണ്ടോ. അതാ ഞാൻ ഓണാക്കാണ്ടിരുന്നത്.
5G കാണിക്കാനുണ്ടോ? പിന്നെ വന്നോണ്ടിരിക്കും. 5G കാണിക്കാനുണ്ടോ? അപ്പോൾ കിടിലൻ സംഭവം തന്നെയാണ്. ഒരു ഫാസ്റ്റ് നല്ല വൈഫൈ. സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക ആള്. ഇത് അവന് വേറെ സംഭവം അത് പറഞ്ഞപ്പോഴാ നമുക്ക് ഇതുണ്ട് ടോഗിൾ, നമ്മുടെ ഐഫോണിലത്തെ സംഭവം മ്യൂട്ടാക്കാനുള്ള സാധനമല്ലോ, അതുണ്ട് ഇതില്. അത് നമ്മൾ പണ്ട് 10T അവർ ഒഴിവാക്കിയതായിരുന്നു. അതിന് ശേഷമാണ് 11R ഇറങ്ങിയത്. അതിനുശേഷമാണ് OnePlus കുറച്ചുകൂടി തിരിച്ചു വന്ന് തുടങ്ങിയത്. ഇപ്പോൾ 12R ഉണ്ട്. പക്ഷേ 12R ഞാൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 15,000 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. വലിയ ഡിഫറൻസ് സംഭവമൊന്നും ഇല്ല കേട്ടോ എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനായിട്ട് ഏറ്റവും ബെറ്റർ 11R എടുക്കുക. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തന്നെ കാരണം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഷോർട്ട് ടൈം റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. നമ്മൾ ക്യാമറ പെർഫോമൻസ് സംഭവം ഒന്നും കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഒരു അത്യാവശ്യം 8 മാസം 9 മാസം 10 മാസമൊക്കെ ആയ ഒരു ഡിവൈസാണ്. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ കമ്പാരിസൺ സംഭവമൊക്കെ വീഡിയോ ഇട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ടൈമിൽ 28,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 28,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഏറ്റവും ബെസ്റ്റ് കിടിലൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ എന്നൊക്കെ ഈ സാധനം പറയട്ടെ. AMOLED ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഫിംഗർ പ്രിന്റ് ഒടുക്കത്തെ ഫാസ്റ്റ് ആണ്. കറക്റ്റായിട്ട് ആവാത്ത കാരണമായിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ചവിടുന്ന ഡീറ്റെയിൽസ് നമ്മളൊക്കെ ഇട്ടാ. അടുത്ത കാണാം.